നീ എൻ്റെ ഭാര്യയല്ല. വൈജയന്തിയോട് പൊട്ടിത്തെറിച്ച് ബാലചന്ദ്രൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, വൈജയന്തി കൊണ്ടുവന്ന പാചകക്കാരിയിൽ നിന്നും ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ ബാലചന്ദ്രനെ അറിയിക്കുമ്പോൾ മക്കളെയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രനാണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി അത് കാണുന്നുണ്ട്. എന്താ ഇന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് പോകുന്നത്, എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. നീ കൊണ്ടുവന്നതും നീ വെക്കുന്നതും നിൻ്റെ പാചകക്കാരി വെച്ചതും എൻ്റെ മക്കൾക്ക് വേണ്ട. എൻ്റെ മക്കൾക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോളാമെന്ന് പറയുന്നു. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ ബാലേന്ദ്ര നിങ്ങൾ ഈ കളികൾ കളിക്കുന്നത്? എങ്കിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല എന്ന് വൈജയന്തി പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. വൈജയ്, നീ എന്നെ തോറ്റു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എൻ്റെ മക്കൾക്ക് ഡെയിലി പുറത്തുനിന്ന് വേണമെങ്കിലും ഞാൻ വാങ്ങി നൽകും. അതിന് മാത്രം പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ നിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ കഴിക്കാം, പക്ഷെ പ്രശ്നമില്ല. നിൻ്റെ അഹങ്കാരവും അസൂയയൊക്കെ നിർത്തി വെച്ചാൽ മാത്രമേ ഞങ്ങൾ കഴിക്കുകയുള്ളൂ എന്ന് കൂടെ ബാലചന്ദ്രൻ പറയുകയാണ് എന്ന് കാണാം. ഞാൻ എന്ത് ചെയ്തിട്ടാ ബാലേന്ദ്ര? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ ഭാര്യ തന്നെയാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. നീ എൻ്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് മാസം കുറച്ചായി എന്നുകൂടെ ബാലചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു. നിൻ്റെ ഇഷ്ടത്തിന് നീ ഇറങ്ങിപ്പോയി. ഞാൻ വിളിച്ചിട്ടാണോ ക്ഷണിച്ചിട്ടാണോ നീ വന്നത് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് നീ വെറും ആത്മാവാണ് എന്ന് പറയുന്നു. അതായത് എൻ്റെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോവുകയും ഞാനില്ലാത്ത സമയത്ത് പാത്തും പതുങ്ങിയും വീട്ടിലേക്ക് കയറുകയും ചെയ്ത ഒരുത്തിയല്ലേ നീ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെയുള്ള നിന്നെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട എന്ന് കൂടി ബാലചന്ദ്രൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം വൈജയന്തിയാണെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇത്രമാത്രം വെറുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ചെയ്ത തെറ്റുകൾ നിൻ്റെ മനസ്സിൽ തന്നെയുണ്ട് വൈജയ്. നീ അതൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കുറ്റസമ്മതമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഭാര്യയായി അംഗീകരിക്കാം. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. തെറ്റുകളിൽ നിന്നും തെറ്റുകൾ തന്നെയാണ് നീ ഓരോ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് പറയാനുള്ളത് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ലഭിക്കും. അല്ലാത്ത പക്ഷം നിനക്ക് ഒരു സ്ഥാനവും ഈ വീട്ടിൽ ലഭിക്കില്ല. എൻ്റെ മക്കൾക്ക് വരെ ഇപ്പോൾ നിന്നെ വേണ്ടാതായിരിക്കുകയാണ്. അത് നിൻ്റെയല്ല, നിൻ്റെ സ്വഭാവത്തിൻ്റെയും നിൻ്റെ കയ്യിലിരിപ്പിൻ്റെയുമാണ് എന്ന് ബാലചന്ദ്രൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. എല്ലാ കാപട്ടിക്കാരി വന്നവർക്ക് ശേഷമാണ് എന്ന് പറയുമ്പോൾ അവൾ വന്നതുകൊണ്ടാണ് എല്ലാ കാര്യവും മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നു. ഇതേ സമയം വൈജയന്തിക്ക് സംശയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.